ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയയിൽ പെട്ടെടുത്തൻ ശരണ്യാണെന്ന് പറയുന്ന പെണ്ണെടുത്ത് പോയിട്ട് ഒരു വിവരവും ബോധമില്ലാത്ത ഒരു മരയോളം. ഞാനോ? പിന്നെ ഞാനാ? അവനൊരു പെങ്കൊച്ചിനെ മുണ്ടുവെക്കി തുണിയഴിച്ച് കാണിച്ചെന്ന് പറഞ്ഞ് രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ട ആളെന്നെ വിളിച്ചു പറഞ്ഞു ആ പെങ്കൊച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി. നീയൊക്കെ കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. സീരിയസ്ലി രാവിലെ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അതെ അതെ, അങ്ങനെ ഇങ്ങനെ ഒന്നും മുതലാളി നിയന്ത്രണം വിടൂല. ആരാണ് വന്നിരുന്നത് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞാൽ മര്യാദയ്ക്ക് കിടക്കാൻ പറ, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ വോയിസ് അയപ്പിച്ചിട്ട് അവനെ എടുത്ത് കൊടുക്കുന്നു. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ബാക്കി എന്തോ കാര്യങ്ങളാണ് എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് വന്ന് ഞാൻ വേണേൽ നിങ്ങളെ ഒരു നിങ്ങൾ എന്തായാലും നിൽക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. ഞാൻ 8 വർഷം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അതായത് ഇപ്പോഴൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 8 വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളവരുണ്ട്. അപ്പൊ സത്യം പറയാൻ പോവാ? അതെ, അതോടെ ഏർപ്പാട്. കഴിഞ്ഞ ബിഗ് ബോസിലല്ല, അതിന് മുന്നത്തെ 2 സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു. അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്നു പറയുന്നില്ല. പക്ഷെ വാങ്ങി എന്നുള്ളതും ഇവർ ചോദിച്ചതും ഒക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ്. അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ. അതിനുശേഷം നടക്കില്ല നമുക്കറിയത്തില്ല. ഇന്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ പോകുന്നു. ബൈ ബൈ.